നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തുന്ന അഭയാർത്ഥികളെ തടയാനുള്ള 1 in 1 out പദ്ധതി ഒക്ടോബർ വരെ നീട്ടാൻ ബ്രിട്ടനും ഫ്രാൻസും. പദ്ധതി നടപ്പാക്കിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കഴിഞ്ഞ ജൂലൈയിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി. പദ്ധതിയുടെ അടിസ്ഥാന രീതി ചെറിയ ബോട്ടിൽ ബ്രിട്ടനിലെത്തുന്ന ഒരാളെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുകയും പകരം ഫ്രാൻസിലുള്ള മറ്റൊരു അഭയാർത്ഥിയെ നിയമപരമായി ബ്രിട്ടനിലെത്തിക്കുകയും ചെയ്യും. പദ്ധതി നീട്ടിയതിൽ അഭയാർത്ഥികൾ കടുത്ത ആശങ്കയിൽ. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നേതൃത്വ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർക്കെതിരെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാകുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം പാർലമെന്റിൽ തിരിച്ചെത്തുവാനും പാർട്ടി നേതൃത്വത്തിനായി മത്സരിക്കാനും ഇടയുണ്ടെന്ന് റിപ്പോർട്ട്. മേക്കർഫീൽഡ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ബെന്റെ നീക്കം. തിരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിക്കുമെന്ന് മുൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ്. ലേബർ പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമെന്ന് യോർക്ക് ആൻഡ് നോർത്ത് യോർക്ക് മേയർ ഡേവിഡ് സ്കൈറ്റ്. ഇറാന്റെ അമേരിക്കൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഫലമായി UK ജനതയുടെ ജീവിത ചെലവ് പ്രതിസന്ധിയിൽ. വിലക്കയറ്റം ജനങ്ങളെ സാരമായി ബാധിക്കുന്നു. ലോകത്തിലെ സാമ്പത്തിക മേഖല മുഴുവൻ യുദ്ധത്തിന്റെ ആഘാതം നേരിടുന്നു. പ്രതിസന്ധി മറികടക്കാൻ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും സഹായിക്കാനുള്ള പദ്ധതിയുമായി ചാൻസലർ റേച്ചൽ റീവ്സ്. എനർജി ബില്ലുകളിൽ സഹായം നൽകുക, ഇനി മുതൽ പിന്തുണ ആവശ്യമുള്ളവർക്ക് മാത്രം. ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ നിലവിൽ സൈനിക നീക്കങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തെ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്ന വിശേഷണവുമായി ട്രംപ്. ഇറാനുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ഇറാന്റെ ആക്രമണങ്ങളും സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. കേന്ദ്രമന്ത്രി ബണ്ടി സഞ്ജയ് കുമാറിന്റെ മകൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ. 17-കാരിയുടെ മാതാവിന്റെ പരാതിയിൽ 25-കാരനായ ഫണ്ടി ഭഗീരഥ് സായിയാണ് അറസ്റ്റിലായത്. അറസ്റ്റുണ്ടായത് തെലങ്കാന ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ. മകനെ അഭിഭാഷകർ മുഖേന പോലീസിന് കൈമാറിയിരുന്നു എന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ബണ്ടി സഞ്ജയ് കുമാർ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഡൽഹിയിൽ CNG വില വീണ്ടും കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. 2 ദിവസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വിലക്കയറ്റം. 1 രൂപ കൂടി വർദ്ധിച്ച ഡൽഹിയെ CNG വില കിലോയ്ക്ക് 80.09 രൂപയായി. വിലവർദ്ധനവ് നേരിട്ട് ബാധിക്കുന്നത് ഡൽഹി NCR മേഖലയിലെ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ. VD സതീശൻ മന്ത്രിസഭയുടെ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിൽ മുന്നണി നേതൃത്വം. 21-അംഗ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കേരളത്തിൽ ഭാവിയിൽ BJP അധികാരത്തിൽ എത്തിയേക്കാമെന്ന് അമ്പലപ്പുഴ നിയുക്ത MLA G സുധാകരൻ. പരാമർശം 3 MLA-മാരുമുള്ള BJPക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കൂടിയതിൽ. മുസ്ലിം ലീഗിനെ വിമർശിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചും G സുധാകരൻ. വാർത്തകൾ വിശദമായി. ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തുന്ന അഭയാർത്ഥികളെ തടയാനുള്ള 1 in 1 out പദ്ധതി ഒക്ടോബർ വരെ നീട്ടാൻ ബ്രിട്ടനും ഫ്രാൻസും തീരുമാനിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കഴിഞ്ഞ ജൂലൈയിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചെറിയ ബോട്ടിൽ ബ്രിട്ടനിലെത്തുന്ന ഒരാളെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുകയും പകരം ഫ്രാൻസിൽ നിന്നുള്ള മറ്റൊരു അഭയാർത്ഥിയെ നിയമപരമായി ബ്രിട്ടനിലേക്ക് എത്തിക്കുകയുമാണ് പദ്ധതിയുടെ അടിസ്ഥാന രീതി. ചാനൽ കടന്നുള്ള അനധികൃത കുടിയേറ്റവും മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ പ്രവർത്തനവും കുറയ്ക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്നാൽ കരാർ നിലവിൽ വന്ന ശേഷവും ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ചെറിയ ബോട്ടുകളിൽ യാത്ര തുടരുകയാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതുവരെ 605 പേരെ ഫ്രാൻസിലേക്കും തിരിച്ചും അയച്ചപ്പോൾ 581 പേരെ പദ്ധതി പ്രകാരം ബ്രിട്ടനിലെത്തിച്ചതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഈ വർഷം ചാനൽ കടന്നെത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 1/3 കുറഞ്ഞതായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി നീട്ടിയതിൽ അഭയാർത്ഥികൾക്ക് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിലേക്ക് തിരിച്ചയക്കപ്പെട്ട ഒരാൾ ഇതിലൂടെ അഭയാർത്ഥികളുടെ യാത്ര അവസാനിക്കില്ലെന്ന് പ്രതികരിച്ചു. ഫ്രാൻസിലേക്ക് മടങ്ങിയവരിൽ പലരെയും പിന്നീട് കാണാതായതായും മറ്റൊരു അഭയാർത്ഥി ആരോപണമുന്നയിച്ചു. അതേസമയം അനധികൃത കുടിയേറ്റം തടയാനും രാജ്യത്ത് തുടരാൻ അവകാശമില്ലാത്തവരെ തിരിച്ചയക്കാനുമുള്ള വിപുലമായ നടപടികളുടെ ഭാഗമായാണ് ഈ പദ്ധതിയെന്നും ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നേതൃത്വ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെതിരെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാകുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം പാർലമെന്റിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്നതായും തുടർന്ന് പാർട്ടി നേതൃത്വത്തിന് മത്സരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മേക്കർഫീൽഡ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ബേർണത്തിന്റെ നീക്കം. ഇതിനായി നിലവിൽ MP ജോഷ് സൈമൺസ് രാജിവെക്കാൻ തയ്യാറായതും ശ്രദ്ധേയമായി. ലേബർ നേതൃത്വ തെരഞ്ഞെടുപ്പ് നടന്നാൽ താനും മത്സരിക്കുമെന്ന് മുൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് വ്യക്തമാക്കി. സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് വ്യക്തമായ ദിശയില്ലെന്ന വിമർശനവുമായി സ്ട്രീറ്റിംഗ് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിരുന്നു.
ലേബർ ഉപനേതാവ് ലൂസി പവലും ബേർണത്തിന്റെ പാർലമെന്റ് തിരിച്ചുവരവിന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചു. ബേർണത്തെ മത്സരത്തിൽ നിന്നും തടയാൻ ശ്രമിക്കില്ലെന്നും പാർട്ടിക്കുള്ളിൽ സൂചനകളുണ്ട്. ഇതിനിടെ ലേബർ പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമാണെന്ന് യോർക്ക് ആൻഡ് നോർത്ത് യോർക്ക് മേയർ ഡേവിഡ് സ്കൈറ്റ് പ്രതികരിച്ചു. ജനങ്ങളുമായി പാർട്ടിക്ക് ബന്ധം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം റിഫോം UK പാർട്ടി മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായി രംഗത്തിറങ്ങുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാമറിനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം ശക്തമാകുന്നതിനിടെ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവിനാണ് സാധ്യതയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇറാനിലെ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പരിണത ഫലമായി UK ജനതയും ജീവിത ചെലവ് പ്രതിസന്ധിയിൽ. ലോകത്തിലെ സാമ്പത്തിക മേഖല മുഴുവൻ ഇതിന്റെ ആഘാതം നേരിടുകയാണ്. പോക്കറ്റ് കവരുന്ന വിലക്കയറ്റം ജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനവുമായി രംഗത്തിറങ്ങുകയാണ് ചാൻസലർ റച്ചൽ റീവ്സ്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ അടുത്തയാഴ്ച ജീവിത ചെലവ് പ്രതിസന്ധിയെ നേരിടാനുള്ള പാക്കേജ് റീവ്സ് അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ യുദ്ധം വിലക്കയറ്റം സൃഷ്ടിക്കുമ്പോൾ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും സഹായിക്കാനുള്ള പദ്ധതികളാണ് ചാൻസലറുടെ മനസ്സിലുള്ളത്. കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി വിവിധ നടപടികൾ വികസിപ്പിക്കാൻ ചാൻസലർ ട്രഷറി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം എനർജി ബില്ലുകളിൽ എല്ലാവരും കണ്ണടച്ച് സഹായം നൽകുന്നതിന് പകരം പിന്തുണ ആവശ്യമുള്ളവരിലേക്ക് ഇത് ചുരുക്കപ്പെട്ടതായും മറിച്ചായാൽ പണപ്പെരുപ്പം വീണ്ടും ഉയരുമെന്നതാണ് കാരണം. സെപ്റ്റംബർ 5 പെൻസ് ഫ്യൂവൽ ഡ്യൂട്ടി വർധനവ് നടപ്പിലാക്കാൻ റീവ്സ് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും ഇത് മാറ്റിവെക്കാനുള്ള സമ്മർദ്ദം രൂക്ഷമാണ്. ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ധന ചെലവ് റോക്കറ്റ് വേഗത്തിലാണ് കുതിക്കുന്നത്. കൂടാതെ വർഷത്തിന്റെ ആദ്യ 6 മാസത്തിൽ സമ്പദ് വ്യവസ്ഥ 0.6% വളർന്നിട്ടുണ്ട്. ഇറാൻ യുദ്ധം ബ്രിട്ടനിലെ വിലക്കയറ്റം അസാധാരണമായ തോതിലാണ് ഉയർത്തുന്നത്. ജീവിത ചെലവ് പ്രതിസന്ധി തുടങ്ങിയിട്ട് വർഷങ്ങളായി എങ്കിലും ഇതുവരെയും കാണാത്ത തരത്തിലുള്ള കുതിപ്പാണ് ഇപ്പോൾ ഭക്ഷ്യസാധനങ്ങൾക്ക് രേഖപ്പെടുത്തുന്നത്. വർഷത്തിന്റെ അവസാനത്തോടെ ഇത് 50% ഉയരത്തിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കയുടെ ഇറാനുമായുള്ള യുദ്ധം എണ്ണ, ഗ്യാസ് വിലകൾ കുത്തനെ ഉയർത്തി. ഇത് ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കുകയാണ്. 2021 ജീവിത ചെലവ് പ്രതിസന്ധി കൊണ്ടുപിടിച്ച നിലയിലേക്ക് ഉയർന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വർധനവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എണ്ണ, ഗ്യാസ് വിലക്കയറ്റം, ഫെർട്ടിലൈസർ ചെലവുകൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് ഭക്ഷ്യ സിസ്റ്റത്തിലെ സമ്മർദ്ദം ചെലുത്തുന്നത്. യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീത്രോ എയർപോർട്ട് വിപുലീകരണ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട്. 3ാമത്തെ റൺവേയും പുതിയ ടെർമിനലും നിർമ്മിക്കുന്നതിൽ മറ്റ് സ്വകാര്യ കമ്പനികൾക്കും അവസരം നൽകണമെന്ന് ബ്രിട്ടീഷ് വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചതോടെയാണ് ഇത് സാധ്യമായത്. മത്സരാടിസ്ഥാനത്തിൽ നിർമ്മാണ ചുമതല നൽകിയാൽ ചെലവ് കുറയ്ക്കാനും പദ്ധതിയുടെ കാര്യക്ഷമത ഉയർത്തുവാനും കഴിയുമെന്ന് വിലയിരുത്തൽ. ഇപ്പോൾ ഹീത്രോ വികസനത്തിന്റെ മുഴുവൻ നിയന്ത്രണവും വിമാനത്താവള അധികൃതർക്കാണ്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം മറ്റു കമ്പനികൾക്കും ടെർമിനൽ രൂപകൽപ്പന, നിർമ്മാണം, നടത്തിപ്പ് എന്നിവയിൽ പങ്കാളികളാകാം. അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ട് മാതൃകയിൽ വ്യത്യസ്ത കമ്പനികൾ ടെർമിനലുകൾ നടത്തുന്നതിനും പരിഗണനയിലുണ്ട്. ഇതോടെ വിമാന കമ്പനികൾക്കും യാത്രക്കാർക്കും അധിക ചിലവ് ഒഴിവാക്കാനാകും എന്നാണ് പ്രതീക്ഷ. അതേസമയം ഈ നീക്കം വികസന പദ്ധതിയെ വൈകിപ്പിക്കുമെന്നും നിക്ഷേപത്തെ ബാധിക്കാമെന്നും ഹീത്രോ അധികൃതർ മുന്നറിയിപ്പ് നൽകി. വിമാനത്താവള വികസന ചെലവ് 30 ബില്യൺ പൗണ്ടിൽ ഒതുക്കണമെന്നാണ് ബ്രിട്ടീഷ് എയർവേസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യവസായി സുരീന്ദർ അറോറ നേതൃത്വം നൽകുന്ന അറോറ ഗ്രൂപ്പ് കുറഞ്ഞ ചെലവിലുള്ള ബദൽ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 2035ഓടെ 3ാം റൺവേ പ്രവർത്തന സജ്ജമാക്കാനാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ലക്ഷ്യം. ലണ്ടനിൽ നടക്കാനിരിക്കുന്ന വൻ പ്രതിഷേധ റാലികളെ മുന്നിൽ കണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾക്കും അക്രമ പ്രേരണകൾക്കുമെതിരെ കടുത്ത നടപടിയുമായി അധികൃതർ. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകദേശം 4.5 മില്യൺ പൗണ്ട് ചെലവിനുള്ള വൻ സുരക്ഷാ ഓപ്പറേഷനുകളാണ് മെട്രോപൊളിറ്റൻ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജ്യത്തിന്റെ ആത്മാവിനായുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലണ്ടനിൽ ഞായറാഴ്ച ഏകദേശം 80,000 പേർ വിവിധ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേ ദിവസം തന്നെ FA കപ്പ് ഫൈനൽ നടക്കുന്നതിനാൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ അതീവ ശക്തമാക്കിയിട്ടുണ്ട്. വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസൺ നയിക്കുന്ന യുണൈറ്റഡ് ദി കിങ്ഡം റാലിയും പലസ്തീൻ അനുകൂല സംഘടനകൾ സംഘടിപ്പിക്കുന്ന നക്ബേ ഡേ റാലിയും പ്രധാന വെല്ലുവിളികളായി പോലീസ് കാണുന്നുണ്ട്. 1948 ഇസ്രായേൽ രൂപീകരണ സമയത്ത് നടന്ന പലസ്തീൻ ജനങ്ങളുടെ കുടിയൊഴിപ്പിക്കലിനെതിരെയാണ് നക്ബ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കാൻ 4000-ലധികം പോലീസുകാരെ വിന്യസിക്കാനാണ് തീരുമാനം.
ആവശ്യമെങ്കിൽ ആർമഡ് വാഹനങ്ങൾ ഉപയോഗിക്കുമെന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. ലണ്ടനിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇത്ര വലിയ സുരക്ഷാ നീക്കം അപൂർവമാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിദ്വേഷ പ്രചരണങ്ങളും പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ്. ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ നിലവിൽ സൈനിക നീക്കങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തെ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതായി സൂചിപ്പിക്കുന്ന ഒരു AI നിർമ്മിത ചിത്രവും ട്രംപ് സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചു. കൊടുങ്കാറ്റുള്ള കടലിൽ US നാവികസേനയുടെ കപ്പലിൽ അഡ്മിറലിനൊപ്പം നിൽക്കുന്ന ട്രംപിനെയാണ് ചിത്രത്തിൽ കാണുന്നത്. പശ്ചാത്തലത്തിൽ ഇറാനിയൻ കപ്പലുകളും മിന്നൽ പിണരുകളും ദൃശ്യമാണ്. ഏപ്രിൽ 8-ന് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിൽ തുടരുന്നുണ്ട് എങ്കിലും ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ഇറാന്റെ ആക്രമണങ്ങളും സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾ മുന്നോട്ട് വെച്ച 14 ഇന സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ മറ്റ് ചർച്ചകൾ ഫലപ്രദമാകില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി സ്ഥിരീകരിച്ചു എങ്കിലും അമേരിക്കയുടെ നീക്കങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തായ്വാൻ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കരുത് എന്ന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന സന്ദർശനത്തിന് ശേഷമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ തായ്വാൻ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണെന്നും ചൈനയുടെ ആശ്രിതരല്ലെന്നും തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം. തായ്വാനെ പിന്തുണയ്ക്കരുതെന്ന് വെള്ളിയാഴ്ച അവസാനിച്ച 2 ദിവസത്തെ ചൈന സന്ദർശന വേളയിൽ ട്രംപിനോട് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞിരുന്നു. തായ്വാന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഉഭയകക്ഷി ബന്ധം അപകടകരമാം വിധം മോശമാകുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇതിനു പിന്നാലെയാണ് ആരെങ്കിലും സ്വതന്ത്രരാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ നാം 9500 മൈൽ, അതായത് ഏകദേശം 15300 കിലോമീറ്റർ സഞ്ചരിക്കണം. എനിക്കതിനു താല്പര്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്ന തായ്വാനെ പിടിച്ചെടുക്കുമെന്ന് ഷീ ജിൻപിങ്ങും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തായ്വാന്റെ സഹായത്തിനെത്തുമെന്നാണ് US-ന്റെ വാഗ്ദാനം. ഒരൊറ്റ ചൈനയെ ഉള്ളൂ എന്നും തായ്വാനും ഹോങ്കോങ്ങും അതിന്റെ ഭാഗമാണെന്നാണ് ചൈനയുടെ നയം. വർഷങ്ങളായി ഇതിനെ അംഗീകരിക്കുന്ന US തായ്വാൻ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ തായ്വാന്റെ സ്വാതന്ത്ര്യത്തോടുള്ള എതിർപ്പ് ആദ്യമായാണ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. തായ്വാന്റെ ആത്മരക്ഷയ്ക്ക് ആയുധങ്ങൾ നൽകണമെന്നാണ് US-ന്റെ നിയമം. എന്നാൽ ആക്രമണം ഉണ്ടായാൽ തായ്വാനിലേക്ക് സൈന്യത്തെ അയക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സുരക്ഷാ ജാഗ്രതയുടെ പേരിൽ ചൈന നൽകിയ ഉപകരണങ്ങളും സാമഗ്രികളും ട്രംപ് സംഘം ചൈനയിൽ തന്നെ ഉപേക്ഷിച്ചതായി റിപ്പോർട്ട്. ചൈനീസ് അധികൃതർ നൽകിയ പ്രസ് പാസ്, പ്രതിനിധി സംഘത്തിന്റെ ബാഡ്ജുകൾ, വൈറ്റ് ഹൌസ് ജീവനക്കാർക്ക് നൽകിയ ബർണർ ഫോണുകൾ തുടങ്ങിയ എല്ലാ വസ്തുക്കളും എയർഫോഴ്സ് വണ്ണിൽ കയറുന്നതിന് മുമ്പ് ഉപേക്ഷിക്കുകയായിരുന്നു. ചൈന നൽകിയ വസ്തുക്കളെല്ലാം അമേരിക്കൻ ഉദ്യോഗസ്ഥർ ശേഖരിച്ച് വിമാനത്തിന്റെ പടിക്കെട്ടിന് സമീപമുള്ള മാലിന്യ കൊട്ടകയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അമേരിക്കയിലേക്ക് മടങ്ങുന്ന വിമാനത്തിലേക്ക് ചൈനയിൽ നിന്നുള്ള യാതൊരു ഉപകരണവും കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് പുറമെ സൗഹൃദ അന്തരീക്ഷമാണ് പ്രകടമാക്കിയതെങ്കിലും ബീജിംഗിലെ ഉച്ചകോടിക്കിടെ അമേരിക്കൻ ചൈനീസ് മാധ്യമ പ്രവർത്തകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷ അവസ്ഥ നിലനിന്നിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്ന ടെമ്പിൾ ഓഫ് ഹെവൻ സമുച്ചയത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ അമേരിക്കൻ മാധ്യമ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന US സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥനെ ചൈനീസ് സുരക്ഷാ വിഭാഗം തടഞ്ഞതായി റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ ചട്ടപ്രകാരം അദ്ദേഹത്തിന്റെ കൈവശം ആയുധമുണ്ടായിരുന്നതാണ് ഇതിന് കാരണം. ട്രംപ് ബീജിംഗിൽ നിന്നും മടങ്ങുന്നതിനിടെ പ്രശ്നങ്ങൾ തുടരുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തെ അനുഗമിക്കാൻ ശ്രമിച്ച അമേരിക്കൻ മാധ്യമ പ്രവർത്തകർക്ക് ചൈനീസ് അധികൃതർ തടസ്സം സൃഷ്ടിച്ചിരുന്നു എന്നാണ് ആരോപണം. അമേരിക്കൻ മാധ്യമ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സുരക്ഷാ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങിയാണ് റിപ്പോർട്ടിംഗ് തുടരാൻ സാഹചര്യം ഒരുക്കിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.91 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 95.97 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.44 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.72 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള.
വീണ്ടും വാർത്തകളിലേക്ക്. കേന്ദ്രമന്ത്രി ബണ്ടി സഞ്ജയ് കുമാറിന്റെ മകൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ. 25-കാരനായ ഭണ്ടി ഭഗീരഥ് സായിയാണ് 17-കാരിയുടെ മാതാവിന്റെ പരാതിയിൽ അറസ്റ്റിലായത്. തെലങ്കാന ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. മകനെ അഭിഭാഷകൻ മുഖേന പോലീസിന് കൈമാറിയിരുന്നു എന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ബണ്ടി സഞ്ജയ് കുമാർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ശനിയാഴ്ച വൈകുന്നേരമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഭിഭാഷകർക്കൊപ്പം പെറ്റ് ബഷീറാബാദ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ മകൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങുകയായിരുന്നു എന്നാണ് കേന്ദ്രമന്ത്രിയുടെ അവകാശവാദം. എന്നാൽ സെബറാബാദ് പോലീസ് കമ്മീഷണർ ഡോക്ടർ എം രമേശ് ഇത് നിഷേധിച്ചു. പ്രതിയെ ഹൈദരാബാദിന് പുറത്തുനിന്നും പിടികൂടി എന്നായിരുന്നു കമ്മീഷണർ വ്യക്തമാക്കിയത്. ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്കും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മകന്റെ അറസ്റ്റിൽ പ്രതികരിച്ച ബണ്ടി സഞ്ജയ് കുമാർ, മകനായാലും സാധാരണക്കാരനായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് താൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാവരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും വ്യക്തമാക്കി. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മകൻ പറഞ്ഞതായും കേന്ദ്രമന്ത്രി വാദിച്ചു. പരാതിക്ക് പിന്നാലെ മകനെ പോലീസിന് മുമ്പാകെ ഹാജരാക്കാൻ ആലോചിച്ചിരുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. തെലങ്കാന ഹൈക്കോടതി ഭണ്ടി ഭഗീരഥ് സായിയുടെ ജാമ്യാപേക്ഷ തള്ളി. മണിക്കൂറുകൾക്കകമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലാണ് ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. 17-കാരിയുടെ അമ്മയുടെ പരാതിയിൽ ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് യുവാവിനെതിരെ കേസെടുത്തത്. മകളുമായി ഭണ്ടി ഭഗീരഥി സായി ബന്ധത്തിലായിരുന്നുവെന്നും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രതിക്കെതിരെ പോസ്കോ വകുപ്പ് ചുമത്തിയത്. ഡൽഹിയിൽ CNG വില വീണ്ടും കൂടി. കിലോയ്ക്ക് 1 രൂപയാണ് കൂടിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഊർജ വിപണിയെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. 2 ദിവസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വിലക്കയറ്റം കൂടിയാണിത്. 1 രൂപ വർദ്ധിച്ച് ഡൽഹിയിൽ ഇപ്പോൾ CNG വില കിലോയ്ക്ക് 80.09 രൂപയായി. ഡൽഹി NCR മേഖലയിൽ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികളെ ഈ വില വർധനവ് നേരിട്ട് ബാധിക്കും. നോയിഡയിലും ഗാസിയാബാദിലും 1 കിലോ CNGയുടെ വില 88.70 രൂപയായി ഉയർന്നു. മെയ് 15-ന് കമ്പനികൾ CNG കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഡൽഹിയിലെ വില 77.09 രൂപയിൽ നിന്നും 79.09 രൂപയായി ഉയർന്നിരുന്നു. 15-ാം തീയതി കേന്ദ്രം പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം കൂട്ടിയിരുന്നു. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെയായിരുന്നു നടപടി. ആന്ധ്രാപ്രദേശിൽ 2-ൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ ചന്ദ്രബാബു നായിഡു സർക്കാർ. 3-ാമത്തെ കുട്ടിയുടെ ജനനത്തിന് 30,000 രൂപയും 4-ാമത്തെ കുട്ടിയുടെ ജനനത്തിന് 40,000 രൂപയും സർക്കാർ ധനസഹായമായി നൽകുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്തെ ജനസംഖ്യാ വളർച്ചയിലുണ്ടായ ഇടിവിൽ ആശങ്ക പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി, മക്കൾ നമ്മുടെ സമ്പാദ്യമാണെന്നും ഇതാണ് തനിക്ക് എല്ലാ കുടുംബങ്ങൾക്കും നൽകാനുള്ള സന്ദേശമെന്നും വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ മാർച്ച് 5-ന് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ജനസംഖ്യാ നിയന്ത്രണ നയത്തിന്റെ കരടുരേഖ ചന്ദ്രബാബു നായിഡു നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. പരമ്പരാഗത കുടുംബാസൂത്രണത്തിൽ നിന്നും ജനസംഖ്യാ സംരക്ഷണത്തിലേക്ക് ശ്രദ്ധ മാറ്റാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. സംസ്ഥാനത്ത് ജനനനിരക്കിൽ ഉണ്ടാകുന്ന കുറവും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ജനസംഖ്യാപരമായ വെല്ലുവിളികളും കണക്കിലെടുത്തായിരുന്നു നീക്കം. ഇതിന്റെ ഭാഗമായി 2-ഓ അതിൽ കൂടുതലോ മക്കളുള്ള കുടുംബങ്ങൾക്ക് പ്രസവ സമയം 25,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ 3-ാമത്തെ കുട്ടിക്ക് 5 വയസ്സാകും വരെ പോഷക പിന്തുണമായ പ്രതിമാസം 1000 രൂപ നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 3-ാമത്തെ കുട്ടിക്ക് പ്രസവത്തോടനുബന്ധിച്ച് അമ്മയ്ക്ക് 12 മാസത്തെ അവധിയും അച്ഛന് 2 മാസത്തെ അവധിയും നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു. തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 21-അംഗ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പന്തൽ നിർമ്മാണവും സ്റ്റേജ് ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. തുടക്കത്തിൽ 12,000 പേർക്ക് പ്രവേശനം നൽകാനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് 50,000 പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തലിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാധാരണയുള്ളതിനേക്കാൾ വലിയ പന്തലാണ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ വശങ്ങളിലുള്ള ഗാലറികളിലും ആളുകൾക്ക് ചടങ്ങ് കാണാനായി പ്രത്യേക പന്തലുകൾ കെട്ടിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം വീക്ഷിക്കുന്നതിനായി വലിയ LCD സ്ക്രീനുകളും സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കും.
തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ചടങ്ങിൽ എത്തുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുമായി കേരള ചീഫ് സെക്രട്ടറി ആശയവിനിമയം നടത്തി. ചടങ്ങിനായുള്ള പാസുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഭാവിയിൽ BJP അധികാരത്തിലെത്തിയേക്കാമെന്ന് അമ്പലപ്പുഴ നിയുക്ത MLA ജി സുധാകരൻ. ഇപ്പോൾ 3 MLA-മാരുള്ള BJPക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയത് പരാമർശിച്ചാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗിനെ വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിൽ ജി സുധാകരൻ വിമർശിച്ചു. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്ന ആളാണെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളി ഇന്നലെ വരെ കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നാളെ എന്തു പറയുമെന്ന് ആർക്കറിയാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റേത് മാത്രമാണെന്ന് SNDP മുഖമാസികയായ യോഗനാഥത്തിൽ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജി സുധാകരൻ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റും. അദ്ദേഹത്തെ താൻ വീട്ടിൽ പോയി കണ്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ്. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകളും തനിക്കാണ് കിട്ടിയത്. മുസ്ലിം ജനതയ്ക്ക് തന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേട്ടല്ല മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലെന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മതനിരപേക്ഷതയുള്ള പ്രസ്ഥാനമാണെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വലിയ അബദ്ധമായിരുന്നു എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പ്രതിരോധിക്കുവാനും സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് കാണിക്കുവാനും ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ ഈ സംഗമം പ്രധാന കാരണമായി മാറിയെന്നും ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ഈ സംഗമം പ്രധാന കാരണമായി മാറിയെന്നും ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങളെ മറികടക്കാൻ സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വലിയ തിരിച്ചടി എന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. വിശ്വാസികളെ കൂടെ നിർത്താൻ ശ്രമിച്ച ഈ പരിപാടി യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ദോഷകരമായി മാറിയെന്നും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. ആരോപണ വിധേയനായ പത്മകുമാറിനെതിരെ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകിയതായും പാർട്ടി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം വരട്ടെ എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി അണികൾക്കോ ജനങ്ങൾക്കോ ബോധ്യപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഇടതു സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു ഇതെന്നും പാർട്ടിയുടെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് പെട്ടെന്ന് ഇത്തരമൊരു സംഗമം നടത്തിയത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നു. പരിപാടിയിൽ അയ്യപ്പന്റേതിനേക്കാൾ വലിയ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ ഉപയോഗിച്ചതും യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ ഉൾപ്പെടുത്തിയതും തിരിച്ചടിയായി. റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായണന്റെ പരാജയത്തിന് പ്രധാന കാരണം പത്മകുമാറിനെതിരെയുള്ള പാർട്ടി നടപടികൾ വൈകിയതാണ് എന്നും കേരള കോൺഗ്രസ് എമ്മും വിലയിരുത്തിയിരുന്നു. ഇനി സ്പോർട്സ്. ഗുജറാത്ത് ടൈറ്റൻസ് 29 റൺസിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്ത മുന്നോട്ട് വെച്ച 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഗുജറാത്തിന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, സായ് സുദർശൻ എന്നിവർ പൊരുതിയെങ്കിലും ഫലം കണ്ടില്ല. ഗിൽ 49 പന്തിൽ 7 സിക്സറും 5 ഫോറുകളും അടക്കം 85 റൺസാണ് നേടിയത്. ബട്ട്ലർ 35 പന്തിൽ 2 സിക്സറും 5 ഫോറുകളും അടക്കം 57 റൺസാണ് നേടിയത്. സായ് സുദർശൻ 26 പന്തിൽ 2 സിക്സറും 6 ഫോറുകളും അടക്കം 46 റൺസാണ് നേടിയത്. കൊൽക്കത്തയ്ക്ക് വേണ്ടി സുനിൽ നരൈൻ 2 വിക്കറ്റ് നേടി. 35 പന്തിൽ 93 റൺസ് എടുത്ത ഫിൻ അലനാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. അംഗ്രീഷ് രഘുവംശി 44 പന്തിൽ 82 റൺസ് എടുത്തപ്പോൾ കാമറൂൺ ഗ്രീൻ 28 പന്തിൽ 52 റൺസ് എടുത്തു. ഗുജറാത്തിനായി മുഹമ്മദ് സിറാജും സായ് കിഷോറും ഓരോ വിക്കറ്റ് വീതമെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തുന്ന അഭയാർത്ഥികളെ തടയാനുള്ള 1-in-1 ഔട്ട് പദ്ധതി ഒക്ടോബർ വരെ നീട്ടാൻ ബ്രിട്ടനും ഫ്രാൻസും. പദ്ധതി നടപ്പാക്കിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കഴിഞ്ഞ ജൂലൈയിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി. പദ്ധതിയുടെ അടിസ്ഥാന രീതി ചെറിയ ബോട്ടിൽ ബ്രിട്ടനിലെത്തുന്ന ഒരാളെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുകയും പകരം ഫ്രാൻസിലുള്ള മറ്റൊരു അഭയാർത്ഥിയെ നിയമപരമായി ബ്രിട്ടനിലെത്തിക്കുകയും ചെയ്യും. പദ്ധതി നീട്ടിയതിൽ അഭയാർത്ഥികൾ കടുത്ത ആശങ്കയിൽ. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നേതൃത്വ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർക്കെതിരെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാകുന്നു.
ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം പാർലമെന്റിൽ തിരിച്ചെത്തുവാനും പാർട്ടി നേതൃത്വത്തിനായി മത്സരിക്കാനും ഇടയുണ്ടെന്ന് റിപ്പോർട്ട്. മേക്കർഫീൽഡ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ബെന്നിന്റെ നീക്കം. തിരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിക്കുമെന്ന് മുൻ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ്. ലേബർ പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമെന്ന് യോർക്ക് ആൻഡ് നോർത്ത് യോർക്ക് മേയർ ഡേവിഡ് സ്കൈറ്റ്. ഇറാനിലെ അമേരിക്കൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഫലമായി UK ജനതയുടെ ജീവിത ചെലവ് പ്രതിസന്ധിയിൽ. വിലക്കയറ്റം ജനങ്ങളെ സാരമായി ബാധിക്കുന്നു. ലോകത്തിലെ സാമ്പത്തിക മേഖല മുഴുവൻ യുദ്ധത്തിന്റെ ആഘാതം നേരിടുന്നു. പ്രതിസന്ധി മറികടക്കാൻ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും സഹായിക്കാനുള്ള പദ്ധതിയുമായി ചാൻസലർ റേച്ചൽ റീവ്സ്. എനർജി ബില്ലുകളിൽ സഹായം നൽകുക, ഇനി മുതൽ പിന്തുണ ആവശ്യമുള്ളവർക്ക് മാത്രം. ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ നിലവിൽ സൈനിക നീക്കങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തെ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്ന വിശേഷണവുമായി ട്രംപ്. ഇറാനുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ഇറാന്റെ ആക്രമണങ്ങളും സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. കേന്ദ്രമന്ത്രി ബണ്ടി സഞ്ജയ് കുമാറിന്റെ മകൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ. 17-കാരിയുടെ മാതാവിന്റെ പരാതിയിൽ 25-കാരനായ ഫണ്ടി ഭഗീരഥ് സായിയാണ് അറസ്റ്റിലായത്. അറസ്റ്റുണ്ടായത് തെലങ്കാന ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ. മകനെ അഭിഭാഷകർ മുഖേന പോലീസിന് കൈമാറിയിരുന്നു എന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ബണ്ടി സഞ്ജയ് കുമാർ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഡൽഹിയിൽ CNG വില വീണ്ടും കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. 2 ദിവസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വിലക്കയറ്റം. ₹1 കൂടി വർദ്ധിച്ച് ഡൽഹിയെ CNG വില കിലോയ്ക്ക് 80.09 രൂപയായി. വിലവർദ്ധനവ് നേരിട്ട് ബാധിക്കുന്നത് ഡൽഹി NCR മേഖലയിലെ ആയിരക്കണക്കിന് ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ. VD സതീശൻ മന്ത്രിസഭയുടെ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിൽ മുന്നണി നേതൃത്വം. 21-അംഗ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കേരളത്തിൽ ഭാവിയിൽ BJP അധികാരത്തിൽ എത്തിയേക്കാമെന്ന് അമ്പലപ്പുഴ നിയുക്ത MLA G സുധാകരൻ. പരാമർശം 3 MLA-മാരുമുള്ള BJPക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കൂടിയതിൽ. മുസ്ലിം ലീഗിനെ വിമർശിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചും G സുധാകരൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.